ഹായ്, ഞാൻ അഷ്കർ ഉളിക്കൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഇലക്ട്രോണിക്സ് സെക്യൂരിറ്റി വിഭാഗത്തിൻ്റെ മേൽനോട്ടത്തിൽ നിർവഹിച്ചിരിക്കുന്ന കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിലും ഒപ്പം കമ്പ്യൂട്ടറിലും ഒപ്പം തന്നെ നിങ്ങളുടേതായിട്ടുള്ള USB ഡിവൈസും നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന്, വൈറസുകളിൽ നിന്നും മാൽവെയറുകളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന 3 വിഭാഗത്തിലുള്ള ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. ആ ആപ്ലിക്കേഷനുകളെ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ മലയാളത്തിലെ 20ഓളം വ്യത്യസ്തങ്ങളായ ടെക് പേജുകളുടെ അഡ്മിൻസുകൾ ചേർന്ന് രൂപം കൊടുത്ത MCTA അഥവാ മൊബൈൽ കമ്പ്യൂട്ടർ ടെക് അസോസിയേഷൻ എന്ന പേജ് ഇന്നലെ ലോഞ്ച് ചെയ്ത വിവരം നിങ്ങളെ അറിയിക്കുകയാണ്. ഇനി ആ പേജിൽ നിത്യവും ഓരോ അഡ്മിൻസിൻ്റെയും വീഡിയോകൾ നിങ്ങൾക്ക് ഇടവിട്ട സമയങ്ങളിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങളുടെ വിജയത്തിൻ്റെ മുഖമുദ്ര തന്നെ അത് തന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പം വീഡിയോകൾ ഷെയർ ചെയ്യുക. ഇനി എങ്ങനെ നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം എന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് വീഡിയോയുടെ കൂടെയായിട്ട് ഒരു ലിങ്ക് ചേർക്കുന്നുണ്ട്. നിങ്ങൾ ലിങ്ക് കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും എത്തിപ്പെടുക. ഇതിൽ നിങ്ങൾ മൊബൈലിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരു ചെറിയ ഇൻ്റർഫേസ് കാണുമെന്ന് മാത്രം. ഈ രീതിയിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ കാണുവാൻ സാധിക്കുക. ഇതിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ആൻഡ്രോയിഡ് ആപ്പ് എന്നും ഡൗൺലോഡ് PC ആപ്പ് എന്നും ഡൗൺലോഡ് ഫോർ USB എന്നുമുള്ള 3 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഇതിൽ ആൻഡ്രോയിഡ് ആപ്സ് എന്നുള്ള സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും, അല്ലെങ്കിൽ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുന്ന സമയം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ സ്റ്റോറിലേക്ക് റീഡയറക്റ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് ആൻഡ്രോയിഡ് മൊബൈലിൻ്റെ ആപ്പ് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കും. ഡൗൺലോഡ് PC ആപ്പ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്തിപ്പെടുക ഇതുപോലുള്ള ഒരു സ്ഥലത്തായിരിക്കും. ഇവിടെയായിട്ട് ഡൗൺലോഡ് ഫോർ എന്നുള്ളൊരു ഭാഗം കാണാം. ഇതിൽ Windows 7 32 ബിറ്റ്, Windows 7 64 ബിറ്റ്, Windows 10 എന്നീ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് Windows 7 മുകളിലോട്ടുള്ള വെർഷനുകളിൽ മാത്രമായിരിക്കും സപ്പോർട്ട് ചെയ്യുക എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതായത് Windows XPയോ Windows Vistaയോ ഇതിനകത്ത് സപ്പോർട്ട് ആവില്ല. ഇപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഡൗട്ട് ഉണ്ടാവും, നിങ്ങളുടെ വിൻഡോസ് ഉപയോഗിക്കുന്ന Windows 32 ബിറ്റാണോ 64 ബിറ്റാണോ എന്ന്. അതെങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം നോക്കാം. അതിനായിട്ട് നിങ്ങളുടെ മെനു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത ശേഷം കമ്പ്യൂട്ടർ എന്നുള്ള സെക്ഷൻ നിങ്ങൾക്ക് കാണാം. അതിൽ മൗസ് കൊണ്ടുവച്ച് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ പ്രോപ്പർട്ടീസ് എന്നുള്ള ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ഏകദേശം ഒരു സിസ്റ്റം ഇൻഫോ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. ഇവിടെയായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന സിസ്റ്റം ടൈപ്പ് എന്ന ഭാഗത്ത് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എത്ര ബിറ്റ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിച്ചിട്ട് എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. കാരണം കൂടുതൽ ആളുകളും ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നമുക്ക് ആ വീഡിയോ കാണാം. ആൻഡ്രോയിഡ് മൊബൈലിൽ ആദ്യമായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ യൂസർ എഗ്രിമെൻറ്റ് ലൈസൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അക്സെപ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അക്സെപ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ഇവിടെയായിട്ട് അല്പം പെർമിഷനുകൾ എന്താണ് ഇവർ ചോദിക്കുന്നത് എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. ഓക്കെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് വരുന്ന പെർമിഷനുകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അലോ ചെയ്ത് കൊടുക്കും. ശേഷം നിങ്ങളുടെ റിക്കവറി കോൺടാക്ട് നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്തു. ശേഷം എൻ്റർ യുവർ ഓൺ നമ്പർ എന്ന് എൻ്റർ ചെയ്തു. നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്വന്തം നമ്പർ നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഡിവൈസ് സെക്യൂരിറ്റി പിൻ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടേതായിട്ടുള്ള ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കും. കൺഫേം പിൻ എന്നുള്ള ഭാഗത്ത് വീണ്ടും നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ നമ്പർ തന്നെ ആവർത്തിക്കുക. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുവാൻ സാധിക്കും. ആ ഓപ്ഷനും നിങ്ങളിവിടെ പൂർത്തീകരിക്കുക. ശേഷം ഡൺ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ നിങ്ങളോട് ഇവിടെയായിട്ട് ആദ്യം കൊടുത്തിരിക്കുന്ന റിക്കവറി നമ്പറിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് പോകണമെന്ന് ചോദിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതായത് നിങ്ങൾക്ക് സെക്കൻഡ് നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടതാണ്, ഓപ്ഷനാണത്. അത് നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ മൈ ഓൺ നമ്പർ എന്നുള്ളത് നിങ്ങളുടെ സ്വന്തം നമ്പറും, ആദ്യത്തെ ഓപ്ഷൻ റിക്കവറി നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടേതായിട്ടുള്ള മറ്റൊരു നമ്പറുമായിരിക്കും കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് വെരിഫൈ ചെയ്യണമെങ്കിൽ വെരിഫൈ ചെയ്യാം, ഇല്ല എങ്കിൽ സ്കിപ്പ് എന്നുള്ള ഭാഗം കൊടുക്കാം. ശേഷം നിങ്ങൾ സ്കിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ വെരിഫൈ ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വെരിഫൈ ചെയ്യാം. കാരണം പിന്നീട് എന്തെങ്കിലും നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യുവാൻ റീസ്റ്റോർ ചെയ്യുവാനോ സാധിക്കും.
ഇപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ കാണുവാൻ സാധിക്കും. ആപ്പ് മാനേജർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആക്സസ് പെർമിഷൻ കൊടുക്കുവാനുള്ള ഒരു ഓപ്ഷൻ ചോദിക്കും. ആക്സസ് പെർമിഷൻ ഓൺ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെയായിട്ട് ആപ്ലിക്കേഷനുകളെ ലോക്ക് ചെയ്യുവാനുള്ള ഒരു സൗകര്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും ലോക്ക് ചെയ്യുവാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷന് നേരെ നിങ്ങൾ ലോക്ക് ബട്ടൺ കാണാം. ലോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. ശേഷം നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലോക്ക് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. അടുത്തായിട്ട് ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ എന്നുള്ള ഓപ്ഷനാണ്. ഇതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ബാക്കപ്പ് ചെയ്യുന്നതിനും കോൾ ലോഗ് ബാക്കപ്പ് ചെയ്യുന്നതിനും സാധിക്കും. ഒപ്പം തന്നെ ഇത് റീസ്റ്റോർ ചെയ്ത് നിങ്ങൾക്ക് പുതിയൊരു ഫോൺ മാറ്റുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് അത് റീസ്റ്റോർ ചെയ്യുവാനും സാധിക്കുന്നതാണ്. അതായത് ഈ ID വെച്ചിട്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും റീസ്റ്റോർ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റീസ്റ്റോർ ആയിട്ട് വരുന്നതാണ്. ആൻറ്റി തെഫ്റ്റ് എന്നുള്ള അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. നിങ്ങളുടെ മൊബൈൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ മറ്റുള്ളവർ മോഷ്ടിച്ചു പോയി കഴിഞ്ഞാലോ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്തോ സാധിക്കും. ഇതിൽ വൈപ്പ് ഡാറ്റ എന്നുള്ള ഭാഗം ഓൾറെഡി ഓൺ ആണ്, അത് അങ്ങനെ തന്നെ വെക്കുക. ശേഷം ട്രസ്റ്റഡ് മൊബൈൽ നമ്പേഴ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് SMS വഴി നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഡാറ്റകളൊക്കെ വൈപ്പ് ചെയ്യുവാൻ സാധിക്കും. അതിൽ വൈപ്പ് ഓൾ, വൈപ്പ് കോൺടാക്ട്, വൈപ്പ് കോൾ ലോഗ്, വൈപ്പ് SD കാർഡ്, ഫാക്ടറി റീസെറ്റ് എന്നിവ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പുതിയ ഒരു ട്രസ്റ്റഡ് നമ്പർ നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കും. ആദ്യം നിങ്ങൾ ഈ നമ്പർ കൊടുക്കുന്ന നമ്പർ വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന നമ്പർ ഉപയോഗിച്ചിട്ട്, ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ നമ്പറാണ് ട്രസ്റ്റഡ് നമ്പറായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഈ നമ്പറിൽ നിന്നും നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിലേക്ക് വൈപ്പ് ഓൾ ആണെങ്കിൽ നിങ്ങൾക്ക് വൈപ്പ് ഓൾ എന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈലിലുള്ള എല്ലാം നശിപ്പിക്കുവാൻ സാധിക്കും. അടുത്തായിട്ട് കോൾ ആൻഡ് SMS ഫിൽറ്ററാണ്. ഇതിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് വരുന്നതായിട്ടുള്ള കോളുകൾ വൈറ്റ് ലിസ്റ്റും ബ്ലാക്ക് ലിസ്റ്റിലും പെടുത്തുന്നതിനുള്ള ഓപ്ഷനാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കോളുകൾ ബ്ലോക്ക് ചെയ്യുവാനും മറ്റും ഉള്ള സൗകര്യമാണ്. അതിൽ ബ്ലാക്ക് ലിസ്റ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ 0 നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇവിടെ പ്ലസ് ബട്ടൺ കൊടുത്ത് നിങ്ങൾക്ക് നമ്പറോ ലോഗോ നിങ്ങൾക്ക് കോൺടാക്ട്സിൽ നിന്നോ അല്ലെങ്കിൽ ലോഗ്സിൽ നിന്നോ ആഡ് ചെയ്യുവാൻ സാധിക്കും. അടുത്തതായിട്ട് സെറ്റിംഗ്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം. സെറ്റിംഗ്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സെക്യൂരിറ്റി പിൻ റീസെറ്റ് ചെയ്യുന്നതിനും അതുപോലെ പാസ്വേഡ് ഓർമ്മിപ്പിക്കുന്നതിനുമുള്ള നോട്ടിഫിക്കേഷനുകളും നിങ്ങൾക്ക് ഓപ്ഷൻ കാണിക്കും. അപ്പം വെബ് സെക്യൂരിറ്റി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ നിങ്ങൾ ബ്രൗസർ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടുതൽ സുരക്ഷ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒപ്പം നിങ്ങൾക്ക് വൈഫൈ ആക്സസ്, ക്യാമറ അതുപോലെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത്രയും ഓപ്ഷൻ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. തീർച്ചയായും നിങ്ങൾ ഉപയോഗിച്ച് നോക്കേണ്ട ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ. ഒപ്പം തന്നെ USB-യിലേക്കാണെങ്കിൽ നിങ്ങളുടെ USB പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നതിനും കമ്പ്യൂട്ടറിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇടുന്ന സമയത്ത് തന്നെ ഡിറ്റക്ട് ചെയ്ത് നിങ്ങൾക്ക് അതിൽ വൈറസ് ഉണ്ടോ എന്ന് അറിയുന്നതിനും വൈറസ് ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുന്നതിനും മറ്റും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക.